നാണക്കേടായിപ്പോയി, ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഈ എക്സ്പ്രഷൻസിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെപ്പോഴാണ് ഉണ്ടാവുമെന്നറിയോ? ഇതിനെയാണ് നമ്മൾ ക്രിഞ്ച് അറ്റാക്സ് എന്ന് പറയുന്നത്. ക്രിഞ്ച് അറ്റാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തു പോയിട്ടുള്ള ചില ഡംപ് മിസ്റ്റേക്സോ ചില ഫൂളിഷ്നെസ്സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലോട്ട് ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് കയറി വരും. അത് പലപ്പോഴും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കുളിക്കുമ്പോഴായിരിക്കാം, ഡ്രസ്സുകൾ മടക്കി വെക്കുമ്പോഴായിരിക്കാം, എഴുതുമ്പോഴായിരിക്കാം, വായിക്കുമ്പോഴായിരിക്കാം, എപ്പോഴെങ്കിലും ആയിട്ട് പെട്ടെന്ന് ഫുൾ ഇമോഷൻസോട് കൂടിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അതങ്ങ് കയറി വരും. അപ്പോൾ അത് കയറി വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു അറ്റാക്സിനെയാണ് നമ്മൾ ക്രിഞ്ച് അറ്റാക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, പക്ഷെ ചില ആൾക്കാരിൽ ഇത് കുറച്ചധികം ഉണ്ടാവാറുണ്ട്, കുറച്ചധികം എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ആർക്കാണ്? നമ്മളെല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ചില റൂൾ ബുക്സ്, നിയമപുസ്തകമുണ്ട്. ആ നിയമപുസ്തകത്തിൽ ചില റൂൾസും ഉണ്ടാവും. ചില ആൾക്കാർക്ക് ആ നിയമപുസ്തകത്തിലുള്ള റൂൾസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എങ്ങനത്തെ റൂൾസ് ആയിരിക്കാം അത്? ഐ ഷുഡ് ഓൾവേസ് ബി ഡിഗ്നിഫൈഡ്, ഐ ഷുഡ് ഓൾവേസ് പെർഫോം വെൽ, എന്നെ എല്ലാവരും അടിപൊളിയായിട്ട് വിലയിരുത്തണം, ഞാൻ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റണം, ഞാൻ ഒരിക്കലും മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് റൂൾസ് ഉണ്ടാവാം. ഈ റൂൾസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവരെ ഈ ക്രിഞ്ച് അറ്റാക്സ് ഭയങ്കരമായിട്ട് കുറച്ച് ബാധിച്ചു എന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്രിഞ്ച് അറ്റാക്സ് വരുന്ന സമയത്ത് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു 3 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലാക്സ് യുവർ സെൽഫ്, ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് ഫർഗീവ് ചെയ്യാൻ പറ്റും നിങ്ങളെ തന്നെ. ഫർഗീവ് യുവർ സെൽഫ് ഫോർ കോളിങ് റോങ് നെയിംസ് ടു യുവർ ബോസ്. നിങ്ങളെ ബോസിനെ തെറ്റായ പേര് വിളിച്ചതിനായിരിക്കാം, ഓർ നിങ്ങൾ കർച്ചീഫ് യൂസ് ചെയ്യാതെ തുമ്മിപ്പോയിട്ടുണ്ടാവാം, ആൾക്കാരെ നോക്കി നിൽക്കുക ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാവാം. ഇതിനെല്ലാത്തിനും ഫർഗീവ് ചെയ്യൂ. യു ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, ആൻഡ് ഈ ഹ്യൂമൻ ബീയിങ്സിന് ഒരു ഹോൾസം എക്സ്പീരിയൻസ് വേണ്ടേ? ആൻഡ് ഇൻക്ലൂഡ് ഇങ്ങനത്തെ ഡം മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസസും ലെറ്റ് us എൻജോയ്. അതും ഉണ്ടാവട്ടെ. എന്താ, അപ്പോൾ കുറച്ച് നാണക്കേട് ഉണ്ടാവും, പക്ഷേ ലേറ്റർ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ടു us. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഈ ക്രിഞ്ച് അറ്റാക്സ് വരുന്ന സമയത്ത് ആ മെമ്മറീസ് വളരെ ഷോർട്ട് ക്ലിപ്പ് മെമ്മറീസ് ആയിട്ടാണ് വരാറ്. ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മാത്രമേ നമ്മൾ മനസ്സിലോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പുള്ളതും അതിൻ്റെ ശേഷമുള്ളതും നമ്മളെ മനസ്സിലോട്ട് മനഃപൂർവ്വം ഇൻജെക്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ബോസിനെ റോങ് നെയിം മുഖത്ത് നോക്കി വിളിക്കുന്നതിൻ്റെ മുമ്പ് ഐ വുഡ് ഹാവ് ഹാഡ് എ വെരി ഗുഡ് കോൺവെർസേഷൻ വിത്ത് ഹിം ബിഫോർ. അതും ഞാൻ ഓർക്കണം. ആൻഡ് അതിന് ശേഷവും ഐ വുഡ് ഹാവ് എ ഗുഡ് കോൺവെർസേഷൻ വിത്ത് ഹിം. അതിന് ശേഷമുള്ള കോൺവെർസേഷൻസും ഞാൻ ഓർക്കണം. സോ ഐ വുഡ് ഫീൽ എ ലിറ്റിൽ ബെറ്റർ. കുറച്ച് സമാധാനം കിട്ടും അല്ലേ? അത് നിങ്ങൾക്കും കിട്ടും. സോ എക്സ്പാൻഡ് യുവർ മെമ്മറി ഓൺ ദാറ്റ്. മുമ്പ് നടന്നതും ശേഷം നടന്നതും ആലോചിക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിഞ്ച് അറ്റാക്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര കോമൺ ആയിട്ട് പ്രീഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് ഷെയിം, നാണക്കേട്. അപ്പോൾ ഈ നാണക്കേട് ഉണ്ടാവുന്ന സമയത്ത് ഷെയിം നമ്മളെ മനസ്സിലോട്ട് എപ്പോഴും തരുന്നൊരു മെസ്സേജ് ഉണ്ട്, ഡോണ്ട് ടെൽ ഇറ്റ് ടു എനിവൺ. അതാണ് ആ മെസ്സേജ്, ആരടുത്തും പറയല്ലേ എന്ന്. സോ നമുക്ക് ഈ ക്രിഞ്ച് അറ്റാക്സിൽ നിന്നൊരു സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആക്ട് ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഷെയിം പറഞ്ഞത് കേൾക്കാതെ ഗോ ടെൽ ഇറ്റ് ടു സംവൺ. അത് നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, വീട്ടിലുള്ള പാരൻസ് ആവാം, ആരടുത്തും ആവാം. നിങ്ങൾ പറയുമ്പോൾ അവർക്കും ഇങ്ങോട്ട് തിരിച്ചങ്ങനത്തെ എക്സ്പീരിയൻസസ് പറയാനുണ്ടാവും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം കിട്ടും. സോ ഡു ഫോളോ ദീസ് ടിപ്സ്. താങ്ക് യു.